മലേഷ്യയിലെ കോലാലംപൂരിലെ ചൈന ടൗണിന് അടുത്തിട്ടുള്ള ഒരു ജലാൻ സുൽത്താൻ എന്ന് പറയുന്ന ഒരു സ്ട്രീറ്റ് ഏരിയയാണിത്. വളരെ കളർഫുള്ളാണ്. ഈവനിങ് സമയങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ലോക്കൽ ഫുഡുകൾ, അതുപോലെ തന്നെ ചൈനീസ് ഫുഡുകളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ഈ ജലാൻ സുൽത്താൻ സ്ട്രീറ്റ് വരുന്നത്. ഒരുപാട് ടൂറിസ്റ്റുകളും ഇവിടുത്തെ ലോക്കൽസുകളൊക്കെ തന്നെ ഇവിടെ വന്നിട്ട് ഈ ഈവനിങ് സമയങ്ങളിൽ ഫുഡ് വന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ജലാൻ സുൽത്താൻ സ്ട്രീറ്റ്. ചൈന ടൗണിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്ലേസാണിത്. പക്ഷെ ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാഴ്ചയാണ്. നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും ടോളസ്റ്റ് ബിൽഡിങ് ബുർജ് ഖലീഫയാണ്. നമുക്കറിയാം ഏകദേശം 828 മീറ്ററാണ് അതിൻ്റെ ഹൈറ്റ് വരുന്നത്. പക്ഷേ ദ സെക്കൻഡ് ടോളസ്റ്റ് ബിൽഡിംഗ് ഇൻ ദ വേൾഡ് അത് ഈ കാണുന്ന മെർഡിഗ 118 എന്ന് പറയുന്ന ഈ ഒരു ബിൽഡിംഗ് ആണത്. ഓക്കെ, എൻ്റെ പിറകിൽ നിൽക്കുന്ന ഈ ഒരു ബിൽഡിംഗ് ആണ് മെർഡിഗ 118 എന്ന് പറയുന്ന ബിൽഡിംഗ്. ഇതിൻ്റെ ഹൈറ്റ് വരുന്നത് 678.9 മീറ്ററാണ് അതിൻ്റെ ഹൈറ്റ് വരുന്നത്, ടോട്ടല് ഹൈറ്റ് വരുന്നത്. മാത്രമല്ല 118ഓളം നിലകളാണ് അതിനുള്ളത്. അതായത് ലോകത്തിലെ സെക്കൻഡ് ടോളസ്റ്റ് ബിൽഡിംഗ് മെർഡിഗ 118. ഈ ഒരു ഇതിൻ്റെ പ്രത്യേക ഡിസൈനും ഒരു കഥയുണ്ട്. അതുപോലെ തന്നെ ഇത് നിൽക്കുന്ന സ്ഥലത്തിനും ഒരു കഥകൾ പറയാനുണ്ട്. അതായത് മെർഡിഗ എന്ന് പറയുമ്പോൾ തന്നെ സ്വാതന്ത്ര്യം എന്നാണ് ഈ മലേഷ്യൻ ലാംഗ്വേജിൽ അതിന് പേര് വന്നിട്ടുള്ളത്. അതായത് മലേഷ്യയുടെ രാഷ്ട്രപിതാവ് തുങ്കു അബ്ദുറഹ്മാൻ ആണ് അദ്ദേഹമാണ് ഈ മലേഷ്യക്കാർക്ക് വേണ്ടി സ്വാതന്ത്ര്യം നേടിക്കൊടുത്തത്. ആ സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത സമയത്ത് അദ്ദേഹം സ്റ്റാൻഡ് ചെയ്ത പൊസിഷനാണ്, കൈ പൊന്തിച്ച് നിൽക്കുന്ന രീതിയിലുള്ള ഒരു പൊസിഷനിലാണ് അദ്ദേഹം നിന്ന് അഭിസംബോധന ചെയ്ത് പ്രസംഗിച്ചത്. ആ ഒരു ഷേപ്പിലാണ്, ആ ഒരു ഡിസൈനിലാണ് ഈ ഒരു ബിൽഡിങ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഇതിൻ്റെ രാത്രികാല കാഴ്ചകൾ വളരെ ഡിഫറെൻ്റ് ആണ്. ഞാൻ താമസിക്കുന്ന റൂമിൽ നിന്നൊക്കെ എനിക്ക് ഇതിൻ്റെ വ്യൂ കാണാൻ കഴിയും. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഈ ഒരു വീഡിയോ തന്നെ ആഡ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നമുക്കറിയാം ദ സെക്കൻഡ് ടോളസ്റ്റ് ബിൽഡിംഗ് ആണ് ഇന്ത്യക്ക് പിറകിൽ ഈ കാണുന്ന മെർഡിഗ 118. ഇതുള്ളത് മലേഷ്യയിലാണുള്ളത്, മലേഷ്യയിലെ കോലാലംപൂരിൽ.